ട്രാപ്പാണ്. നമ്മൾ പലപ്പോഴും ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കും അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത്. ഞാൻ എൻ്റെ പ്രസൻസ് ഇല്ലാത്ത സമയത്തും നിങ്ങളത് ചെയ്യണം, ഉപയോഗിച്ചോളണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വൈറ്റ് പേപ്പറിലും അതുപോലെ തന്നെ ലെറ്റർ പാഡിലും ഒപ്പിട്ട് കൊടുക്കാറുണ്ട്. ഇതെല്ലാം വലിയ വലിയ ട്രാപ്പുകൾ തന്നെയാണ്. തൽക്കാലം നമ്മളൊരു ബുദ്ധിമുട്ട് തീർക്കാനാണ് സൈൻ ചെയ്ത് അത് തൽക്കാല ബുദ്ധിമുട്ട് എന്നുള്ളതല്ല, ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. ചെറിയ ഒരു കമ്പനി ആയിരിക്കുമ്പോൾ വേറെ മാർഗങ്ങളില്ല, നമ്മൾ എല്ലായിടത്തും ഓടി എത്തുന്നില്ലല്ലോ. അതാണ്. അപ്പം ഇതെല്ലാം തന്നെ ട്രാപ്പാണ്. ഇതിലേതെങ്കിലും ഒന്ന് പെട്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് വി കോൾ എസ് ട്രാപ്പ്. പക്ഷെ ആ സമയത്ത് നമ്മൾ അതിന്റെ ഒരു ഭാഗമാണ് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത്. ഒരാളുടെ ആവശ്യം മറ്റൊരാളുടെ അനാവശ്യം, കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്തോളാം, ഒരാളുടെ ആവശ്യം മറ്റൊരാളുടെ അനാവശ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഇത് അങ്ങനെ ട്രാപ്പിൽ പെടുന്ന ആളുകൾ, അറിഞ്ഞുകൊണ്ട് പെടുന്ന ആളുകളുണ്ട്, അറിയാതെ പെടുന്ന ആളുകളുണ്ട്. ഇപ്പം വിളിച്ചു കൊണ്ടുപോകുന്നു, മീറ്റിങ്ങിനാണ് കൊണ്ടുവന്നു, അവിടുന്ന് ജ്യൂസ് കൊടുക്കുന്നു. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സംഭവിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പെണ്ണിനെ മാത്രമല്ലല്ലോ, പെൺകുട്ടികളെ മാത്രമല്ലല്ലോ അവരുടെ കയ്യിൽ തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലായിടത്തും തുല്യത പറയുമ്പോൾ അവനവൻ്റെ സെക്യൂരിറ്റി അവൻ്റെ അടുത്ത് തന്നെയാണ്. അല്ലാതെ മറ്റൊരാളടുത്ത് എൻ്റെ സെക്യൂരിറ്റി ഞാൻ രാജ് സാറെ കൈ തന്നിട്ട് എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. അല്ല ഹനീഫിക്ക, ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാം ഈ ബിസിനസ്സിൻ്റെ ഒരു കാതലാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിലായിക്കോട്ടെ, നമ്മളുടെ എംപ്ലോയീസിലായിക്കോട്ടെ, നമ്മളുടെ ഡയറക്ടേഴ്സിൽ ആരും ആയിക്കോട്ടെ, ഈ ട്രസ്റ്റാണ് ഇതിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർ നമ്മളടുത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ആ വിശ്വാസം, പ്രൊഡക്റ്റിലാവാം, നമ്മളിലാവാം, കമ്പനിയിലാവാം, എന്താണെങ്കിലും വിശ്വാസമാണ് അവിടെ കാതൽ എന്ന് പറയുന്നത്. ഈ വിശ്വാസം ചൂഷണം ചെയ്യപ്പെടുമ്പോഴാണ് ട്രാപ്പ് ആവുന്നത്. ഈ വിശ്വാസം എവിടെയൊക്കെ ചൂഷണം ചെയ്യപ്പെട്ടുവോ അവിടെയൊക്കെ ട്രാപ്പ് വന്നു എന്നർത്ഥം. ഇപ്പോൾ നിങ്ങൾ വരുന്നു, ഞാനിവിടെ നിങ്ങൾക്ക് യെസ് ഹനീഫിക്ക കുടിക്കും എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം തരുന്നു, നിങ്ങൾ കുടിക്കുന്നു, നിങ്ങൾ ബോധരഹിതനാവുന്നു. വിശ്വാസത്തിൻ്റെ പേരിലാണല്ലോ കുടിക്കുന്നത്. അതെല്ലാം വിശ്വാസത്തിൻ്റെ പേരിലാണ്, അല്ലേ? ഇപ്പം റീസെൻ്റ്ലി ഉള്ള പല ഇൻസിഡൻസ്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇൻസിഡൻസ് നോക്കണം, കഥ പറയാൻ വേണ്ടി വിളിച്ചു വരുത്തി. എന്തുകൊണ്ടാണ് വരുന്നത്? വിശ്വാസമുള്ളത് കൊണ്ടല്ലേ. ആഗ്രഹം മാത്രമല്ല, അവിടെ ഒരാളെ ഇതൊരു കെണിയാണ് എന്നറിഞ്ഞുകൊണ്ടല്ലല്ലോ ആരും പോകുന്നത്. അപ്പം വിശ്വാസത്തെ ചൂഷണം ചെയ്യിച്ചിട്ടാണ്, അല്ലെങ്കിൽ ചൂഷണം ചെയ്തിട്ടാണ് ഈ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്യുന്നു. ചില ആളുകൾ അത് പെട്ടുപോകുന്നു, ചില ആളുകൾ അത് പെട്ടാലും മറച്ചു വയ്ക്കുന്നു, ചില ആളുകൾ പെട്ടാൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ റീസെൻ്റ്ലി പല റിപ്പോർട്ടുണ്ട്, പെട്ടുപോയപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു യെസ് എന്ന് പറഞ്ഞാൽ അതിനെ നേരിടുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇതൊന്നും നമ്മൾ അറിയാത്ത എത്രയോ കഥകളുണ്ട്. ഇത് അവിടെ മാത്രമല്ലല്ലോ, ലോകത്ത് എവിടെയും ഉണ്ടോ അതുണ്ടാവും. അതെ, കാരണം ഇങ്ങനെ ഒരു അവസരങ്ങൾ ഉണ്ടാകുകയും ഒരു ചില സമയങ്ങളിൽ ഒറ്റക്കാവുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ മനുഷ്യനാണോ ആ ഒരു അവരുടെ ശരീരത്തിൽ ഓടുന്ന കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഹേമ കമ്മിറ്റി ഇത് പറഞ്ഞു വന്നപ്പോൾ പറയാം, ഇങ്ങനെ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങനെ വന്നതുകൊണ്ട് എല്ലാവരും കൂടെ ആ ഫീൽഡിലേക്ക് ഒന്നായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല ഹനീഫിക്ക, അതിൽ പറയുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് ഇത് സ്ത്രീകളുടെ ഈ ഒരു മേഖല എന്നുള്ളതല്ല, എല്ലാ മേഖലയ്ക്കും ഇത് ബാധകമാണ്. എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ബിസിനസ്സിനെ കുറിച്ച് പറയുന്നത്. മനുഷ്യൻ അവിടെ ഉണ്ടോ, ഇങ്ങനെ ഒരു അവസരങ്ങളുണ്ടോ, ഇങ്ങനെയുള്ളത് ഉണ്ടാവും. പക്ഷെ നമ്മൾ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്കൊന്ന് വേണം. ഇവിടെ മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ അദ്ദേഹത്തെ ഹെർട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഹെർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ക്യാഷ് വേണം, ആ പൈസക്ക് വേണ്ടിയിട്ട് ഒരു ജോലി എടുക്കാൻ വരുമ്പോൾ ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. അല്ലാത്തടത്ത് ഇത് പ്രശ്നം വരുന്നില്ലല്ലോ. ഈ ഹേർട്ട് ചെയ്യുന്നത് അത് ശരിയല്ല. ഹേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ വഴിക്കല്ല ചെയ്യുന്നെങ്കിൽ ഞാൻ ഹേർട്ടാവും, അതിനർത്ഥം അത് തെറ്റാണെന്നല്ല. ചൂഷണം ചെയ്യുക എന്നുള്ളത് തന്നെയാണത്. മനസ്സിലായില്ലേ? ഡെലിബറേറ്റ്ലി അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, ആ വിശ്വാസത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, നിവൃത്തികേട് നടന്നില്ലേ? അതായത് അവർക്ക് നിവൃത്തികേട്, അവർക്ക് ഇപ്പോൾ സിനിമ അഭിനയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിതകാല അഭിലാഷമാണ്. അപ്പോൾ നല്ലൊരു ഫിലിമിലേക്ക് എനിക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നിവൃത്തികേടില്ലേ? അത് എന്താണ് അവിടെ എന്താ സംഭവിക്കുന്നത്? അതിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ആ ഫീൽഡിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പർച്യൂണിറ്റീസ് അത് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക്
സാധിക്കും കഴിവുണ്ടെങ്കിൽ. അത് നിവൃത്തി ഏത് രീതിയിൽ വേണം എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ കാത്തു നിൽക്കേണ്ടി വരും നിങ്ങളുടെ അവസരത്തിന് വേണ്ടി. നിങ്ങൾക്ക് ഒരുപാട് സിനിമയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രണയിക്കുന്നു, അല്ലെങ്കിൽ അതെൻ്റെ ജീവിതമാണ് സിനിമ എന്ന് കാണുമ്പോൾ നിങ്ങൾ ആ സിനിമയിലോട്ട് കയറുവാൻ വേണ്ടി എന്തും ചെയ്യണമെന്നുള്ളതാണോ? അല്ല. പണം ഉണ്ടാക്കണം, നമുക്ക് പണം ഉണ്ടാക്കാൻ എന്തും ചെയ്യണമെന്നുള്ളതാണോ? നേരായ വഴികളുണ്ട് അല്ലേ? ഈ നിവർത്തികേട് എന്ന് പറയുന്നത് അത് വരുത്തി വെച്ചിട്ടുള്ളൊരു ഒരു സിറ്റുവേഷനാണത്. തീർച്ചയായും അല്ലേ? ആരൊക്കെയോ വരുത്തി വെച്ച സിറ്റുവേഷനാണ്. അതും ചില ആളുകൾ അത് പിന്തുടർന്ന് പോകുന്നു. ഒരു പോയിന്റിലെത്തുമ്പോൾ യെസ് ഇത് തുറന്ന് പറയുന്നു. ഇത് പണ്ട് നിങ്ങൾക്ക് അന്ന് തന്നെ തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറയുന്ന ചോദിക്കുന്ന ആളുകളുണ്ട്, ചോദിക്കുന്നുണ്ട്. നമ്മളും സ്വയം ചോദിക്കാം. പക്ഷേ ഈ നിവർത്തികേടിൻ്റെ മറ്റൊരു വശമാണ് ഞാൻ പറയുന്നത്. ഇമാജിൻ നമ്മുടെ മക്കൾ 5 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സുള്ള കുട്ടിയെ ഒരാൾ ഉപദ്രവിക്കുകയാണ്. ഉപദ്രവിക്കാൻ വരുമ്പം ആ കുട്ടി നേരിടുകയല്ല ചെയ്യുക, ആ കുട്ടി ഫ്രോസൺ ആവും. എന്ത് ചെയ്യണമെന്നറിയില്ല, ചിലപ്പോൾ ഓടി ഒളിക്കും. ഈ നിവർത്തികേടിന്റെ സമയത്ത് ഫ്രോസൺ ഞാൻ ആ നിവർത്തികേടിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഫ്രോസൺ ആവുന്നത്. അതെ, കാരണം അവർക്ക് അതാണ്